എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സവാള വെച്ച് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ 2-3 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉണക്ക തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അതിനുശേഷം 3-4 അല്ലി നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, അതോടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അതിനുശേഷം 1-2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് നമ്മുടെ കപ്പലണ്ടി പൊടിച്ചതാണ്. ഇതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. നമുക്ക് തവ വയ്ക്കാം, ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു തട്ടിക്കൂട്ട് കറിയായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്കാക്കാം. നല്ല ടേസ്റ്റിയാണ്, റൊട്ടിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തു, അതുപോലെ തന്നെ സവാള, പിന്നെ നമ്മുടെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണ് കേട്ടോ. ഈ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരണം. ഈ വെളുത്തുള്ളിയുടെയും നമ്മുടെ കറിവേപ്പിലയുടെ എല്ലാം കൂടെ ഫ്ലേവർ അതിനകത്തായി നല്ലൊരു ബ്രൗൺ കളറായി വരണം കേട്ടോ. നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്ക തേങ്ങയില്ലേ, അത് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാമേ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം, ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കി വേണം ഒഴിക്കാൻ കേട്ടോ. പൊടി ഐറ്റംസ് മുളക് പൊടി, നമ്മുടെ ഗരം മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇടുന്നത്. പിന്നെ ഉപ്പും, ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പൊടി ഐറ്റംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ചാറ് വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഓൾറെഡി ഇത് വെന്തതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ആവി കയറണം. അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി. എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.